ഹായ് ഫ്രണ്ട്സ്, ചന്തു ആൻഡ് ഫാമിലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല മഴയുള്ള ജൂൺ മാസത്തിൽ മഴയ്ക്ക് ചെറിയൊരു ശമനം കിട്ടിയ ഗ്യാപ്പിൽ ഞങ്ങൾ ചന്തുവായി എത്തിയിരിക്കുന്നത് കോഴിക്കോടിൻ്റെ ചരിത്രത്തെയും അതുപോലെ തന്നെ കുറ്റിച്ചിറയെയും അറിയാനാണ്. നീന്താൻ അറിയുന്ന ആൾക്കാർക്കും നീന്തൽ പഠിക്കാനുള്ള ആൾക്കാർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണത്. ഒരുപാട് ട്യൂബൊക്കെ അവിടെ കിടക്കുന്ന കാണാം. അതുപോലെ തന്നെ കുഞ്ഞു കുട്ടികളെയും ഒക്കെ ആയിട്ട് ആൾക്കാർ വന്നിട്ട് ശനി ഞായർ ദിവസങ്ങളിലൊക്കെ വന്നിട്ട് അവിടെ നീന്താനൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ നല്ലോണം നീന്താൻ അറിയുന്ന ആൾക്കാർ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിട്ട് അവർ മേലെ കയറി നിന്നിട്ട് കറങ്ങി ഡൈവ് അടിക്കുന്നതൊക്കെ കണ്ടിരുന്നു. നീന്താൻ അറിയുന്നവർക്കാണെങ്കിൽ വന്നിട്ട് എത്ര നേരം വേണമെങ്കിലും നീന്താനും, ഇനി കുറച്ച് നേരം സൈലൻ്റ് ആയിട്ട് അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ കുളത്തിൻ്റെ സൈഡിൽ വന്നിട്ട് കുറച്ച് നേരം അങ്ങനെ ഇരിക്കാനൊക്കെ ആണെങ്കിലും, പിന്നെ ചരിത്രത്തെയൊക്കെ അറിയാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ പഴയ കാലത്തിൻ്റെ ആ ഒരു സൃഷ്ടികളും ആ ഒരു അറ്റ്മോസ്ഫിയറിലൂടെയൊക്കെ ഒന്ന് നടക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അങ്ങനെയും എല്ലാത്തിനും പറ്റിയൊരു സ്ഥലമാണ് കുറ്റിച്ചിറ എന്ന് പറയുന്നത്. ഏത് സമയത്ത് നമ്മൾ പോയാലും വളരെ ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ നിലകൊള്ളുന്ന കുറ്റിച്ചിറയുടെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ പഴയകാല പള്ളികൾ, പരമ്പരാഗതമായിട്ടുള്ള വാസ്തുവിദ്യകൾ, ഇതൊക്കെ തന്നെയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ അവിടെ ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചതെന്ന് പറഞ്ഞാൽ വളരെ ഇടുങ്ങിയ വഴികളിലൂടെ നമ്മൾ കുറ്റിച്ചിറ ആ കുളമൊക്കെ ഉള്ള ഭാഗത്തേക്ക് എത്തുന്ന വഴിയുടെ ഇരുവശത്തും നമ്മൾ കാണുന്ന പഴയ കെട്ടിടങ്ങൾ, ഇരുനില വീടുകൾ, അതൊക്കെ ശരിക്കും നമ്മളെ പഴയ ഒരു കോഴിക്കോടിൻ്റെ ഓർമ്മയിലേക്കാണ്. ഏകദേശം 2 ഏക്കറോളം വ്യാപിച്ച് കിടക്കുന്ന കുറ്റിച്ചിറയുടെ ആ സെൻറ്ററിൽ വരുന്ന വലിയ കുളം തന്നെയാണ്, ആ പച്ച നിറത്തിലുള്ള കുളം തന്നെയാണ് അവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ. ഇപ്പോഴാണെങ്കിൽ DTPCയുടെ ഒരു പദ്ധതിയിൽ പൈതൃക സംരക്ഷണത്തിൻ്റെ ഭാഗമായി കുറ്റിച്ചിറ കുളവും അതിന് ചുറ്റുവട്ടത്തുള്ള പ്രദേശങ്ങളും നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പദ്ധതി പൂർണ്ണമായിട്ടില്ല, അതിൻ്റെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളത് ചെന്ന് കഴിയുമ്പോൾ നമുക്കത് കാണാൻ പറ്റും. ഈ കുളത്തിന് ചുറ്റും 3 സൈഡിലും പടവുകളുണ്ട് കുളത്തിലേക്ക് ഇറങ്ങാനായിട്ട്. അതുപോലെ തന്നെ ചെറിയ ചെറിയ പോർഷനിൽ മേൽക്കൂരകൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇറങ്ങിയിരിക്കാനൊക്കെ ആയിട്ട്. അതുപോലെ ഒരുപാട് ഇരിപ്പിടങ്ങളുണ്ട് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഒരുപാട് നേരം ഇരിക്കാം. വീക്കെൻഡ്സിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ ഒരുപാട് പേര് അവിടെ വന്നിരിക്കുന്നുണ്ട്. കുളം നവീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് നമ്മുടെ സഞ്ചാരിയായിട്ടുള്ള ഇബ്നു ബത്തൂത്തയുടെ പേരിൽ നാമകരണം ചെയ്തിരിക്കുന്ന നടപ്പാതയാണ്. ഈ ഒരു നടപ്പാതയുടെ ചുമരുകൾ നമ്മൾക്ക് പകർന്നു തരുന്നത് കോഴിക്കോടിൻ്റെ ഏറെ കാലം നീണ്ടു നിൽക്കുന്ന ചരിത്രത്തെയാണ്. ഇവിടുത്തെ വ്യത്യസ്തമായ പള്ളികളും പഴയ കെട്ടിടങ്ങളും കുളവും പിന്നെ അതിന് ചുറ്റും നടക്കാനുള്ള സ്ഥലങ്ങളും ഇരിപ്പിടങ്ങളും ഒക്കെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനുള്ള എല്ലാ വൈബും ഉണ്ട് ഇവിടെ. കോഴിക്കോട് വന്നിട്ട് ഇത്ര നാളായിട്ട് കുറ്റിച്ചിറ ബിരിയാണി ട്രൈ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞാൽ മോശമല്ലേ? അപ്പം അതുകൊണ്ട് അടുത്ത ദിവസം ഞങ്ങളും പോയി കുറ്റിച്ചിറ ബിരിയാണി ട്രൈ ചെയ്യാൻ. ബിരിയാണിയൊക്കെ സൂപ്പറാണ്, അടിപൊളി ടേസ്റ്റാണ്. പ്രത്യേക രീതിയിലുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ആണെന്നാണ് കേട്ടിട്ടുള്ളത്. അവിടെ പക്ഷേ ഇരിക്കാൻ സ്പേസ് കുറവായതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരിക്കും. നമ്മളൊരു മട്ടൻ ബിരിയാണിയും ഒരു ബീഫ് ബിരിയാണിയാണ് വാങ്ങിച്ചത് അവിടുന്ന്. 2 ബിരിയാണി നല്ല ടേസ്റ്റി ആയിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോൾ കുറ്റിച്ചിറ ഇതുവരെ പോയിട്ടില്ലാത്തവർ, കുറ്റിച്ചിറ കുളം ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ സമയം കിട്ടുമ്പോൾ ഒന്ന് പോയി നോക്കൂ. അടുത്ത വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ.